ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ബ്രസീലിയൻ സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ ചെയ്യാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സ് കാണാം. ഇത് ഫിനിഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതിന് ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ യെല്ലോയുടെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലീഫ് ചെയ്യാനായിട്ടും ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്യുവർ വൈറ്റ് സാരിയിലാണ്ടോ ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതാ ഇവിടെ ഗ്രീനിൻ്റെ യെല്ലോയുടെ രണ്ട് കളേഴ്സ് കാണാം. അപ്പോൾ ഒരു ഡാർക്ക് കളറും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ സാരിയിലേക്ക് വരയ്ക്കാം. നീഡിലിൻ്റെ സൈസ് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. ഒത്തിരി പേരിങ്ങനെ ചോദിക്കാറുണ്ട് നീഡിൽ ഏത് സൈസാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ത്രെഡിൻ്റെ നമ്പർ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുവാണ്. യെല്ലോ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഒരുപാട് ഭംഗിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും പല കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ യെല്ലോ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. ഇതൊരു പ്യുവർ വൈറ്റ് സാരിയാണ്. ഇതിൽ തന്നെ 7 ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീരുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഫ്ലവേഴ്സ് കൂടി വരക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടൈം അനുസരിച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. അതുപോലെ തന്നെ ഡിസൈൻസ് നമ്മൾ നേരത്തെ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സാരിയിൽ ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരുമിച്ച് ഈ സാരി കംപ്ലീറ്റ് ആവശ്യമുള്ള ഡിസൈൻസ് എല്ലാം വരച്ച് വെക്കുക കേട്ടോ. സാരി വെച്ച് നോക്കിയതിന് ശേഷം വേണം ഡിസൈൻ വരയ്ക്കാനായിട്ട്. എവിടേക്കാണോ ഫ്ലവേഴ്സ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ പെൻസിൽ കൊണ്ട് പതുക്കെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാർക്കിങ്ങിലെല്ലാം നമുക്ക് ഡിസൈൻ വരയ്ക്കാം. ഇതാ ത്രെഡിൻ്റെ നമ്പർ കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇത് കുറച്ച് ഡാർക്ക് കളർ ഗ്രീനാണ്. അതേപോലെ ലൈറ്റ് ഗ്രീനും നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. യെല്ലോ ത്രെഡിൻ്റെ നമ്പർ നിങ്ങളെ ഒന്ന് കാണിക്കുവാണ്. ഡിസൈൻ വരച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രെയിം ഫിക്സിംഗ് ആണ്. ഇനി നമുക്ക് ഫ്രെയിം ഒന്ന് ഫിക്സ് ചെയ്യാം. ഇവിടെ ഞാനൊരു ചെറിയ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവർ കുറച്ച് ചെറിയ ഫ്ലവറാണ്. അപ്പോൾ അതിന് ചെറിയ ഫ്രെയിം മതി. ഫ്രെയിം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് നല്ലപോലെ വിടർത്തിയിട്ടിട്ട് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുക. ഒരുപാട് ടൈറ്റായിട്ട് ക്ലോത്ത് വലിക്കാതെ നോക്കുക കേട്ടോ. അതേപോലെ തന്നെ അത് നല്ലപോലെ സ്ക്രൂ നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ മിഡിൽ പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ ലൈറ്റ് കളറ് യെല്ലോയാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് കളർ യെല്ലോ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബുള്ളിയൻ നോട്ട് ചെയ്യാം. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്ത 3 പെറ്റൽസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബ്രസീലിയൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ബാക്കി പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് വാച്ച് ചെയ്തോളൂ. ഈ ഫ്ലവർ ബഞ്ച് ചെയ്യാനായിട്ട് ഞാൻ 6 strands ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ കളേഴ്സും 6 strands ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സിന് കുറച്ച് പ്രൊജക്ഷൻ കിട്ടും. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഈ ഫ്ലവർ നമുക്ക് ഏത് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. എപ്പോഴും ഇതേപോലുള്ള ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിൽ പാർട്ട് കുറച്ച് ലൈറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ പാർട്ട് വരുന്ന ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് കളർ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. സെയിം വേ നമുക്ക് മിഡിൽ പാർട്ട് ഡാർക്ക് കളറും അതിൻ്റെ പുറമേ വരുന്ന സ്ഥലത്ത് ലൈറ്റ് കളർ യൂസ് ചെയ്താലും കാണാനായിട്ട് ഭംഗിയാണ്. ഇതിൻ്റെ പിങ്ക് ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ് എല്ലാം നല്ല ഭംഗിയാട്ടോ. ഇതിവിടെ പ്യുവർ വൈറ്റ് സാരി ആയതുകൊണ്ടാണ് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി യെല്ലോ യൂസ് ചെയ്തത്. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് 3 times ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രസീലിയൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ടൈ ചെയ്യുന്നതെന്ന് കൂടി എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം. നോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചൊന്നും ചെയ്യരുത്. കുറച്ച് ടൈം എടുത്തിട്ട് മാക്സിമം ഭംഗി കിട്ടണം എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും കൂടി നോക്കാം. ഫിനിഷ് ആയിരിക്കുന്ന ഒരു സ്റ്റിച്ച് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടു, ഇതൊരു ഫ്ലവർ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ടൈ ചെയ്യാം. ടൈ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ഡാർക്ക് യെല്ലോ കളർ ത്രെഡാണ്. ഡാർക്ക് യെല്ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബ്രസീലിയൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബ്രസീലിയൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടി വലിയ കട്ടിയുള്ള നീഡിലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ത്രെഡ് 6 strands എടുത്തിട്ടുണ്ട്. 6 strands ഡയറക്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. നമ്മളിത് കെയർഫുള്ളായിട്ട് കാണുവാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ നമ്മൾ കെയർഫുള്ളായിട്ട് ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ ചെയ്യാനായിട്ടും എളുപ്പമാണ്. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, എന്നാലും ചെയ്ത വർക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് വാച്ച് ചെയ്തോളൂ. പെറ്റൽസ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്, എന്നാലേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ബ്രസീലിയൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെറ്റൽസിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒരു നോട്ടും ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് ചെയ്യുക. എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കൊന്ന് വെച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഡിസൈൻ്റെ ലീഫ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും.
സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റെം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഫ്ലവറിൻ്റെ ബഡ് ചെയ്യാം. ബഡ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ഡാർക്ക് യെല്ലോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ബഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് വാച്ച് ചെയ്തോളൂ. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബഡിൻ്റെ സൈഡ് പോർഷനും ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നല്ല ഭംഗിയിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി ലീവ്സ് കൂടി ചെയ്ത് ഡിസൈൻ കംപ്ലീറ്റ് ആക്കാം. ഇതുപോലുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ടൈം എടുത്ത് നല്ല ഭംഗിയിൽ വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനാണെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻസ് ഒന്നും നിങ്ങൾ ചൂസ് ചെയ്യരുത് കേട്ടോ. ലീവ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഫിനിഷ് ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത പിക്ചറാണ്. 2 കളറ് ഗ്രീനും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ പിക്ചർ ഇതുപോലെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരുപാട് ഡിസൈൻസ് ഒരുമിച്ച് വരുമ്പോൾ കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കസിൻസിന് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വിൽ മീറ്റ് സൂൺ.